കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGM അലക്സ് മാത്യുവിന് സസ്പെൻഷൻ. IOC ആഭ്യന്തര അന്വേഷണവും നടത്തും. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഒടുവിൽ IOC ഇയാൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻകാല ചെയ്തികളും അന്വേഷിച്ച് ആ രീതിയിൽ ഒരു ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണോ? കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം തിരുവനന്തപുരത്ത് നിന്ന് ഈ IOCയിലെ DGM ആയ അലക്സ് മാത്യുവിനെ കയ്യോടെ പിടികൂടിയത്. ഇതിന് പിന്നാലെ കൊച്ചിയിലെ വീട്ടിലും IOC ഓഫീസിലുമൊക്കെ വിശദമായ പരിശോധന വിജിലൻസ് നടത്തിയിരുന്നു. ഈ കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ, കൊച്ചി ചെലവന്നൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 7 ലിറ്റർ വിദേശ മദ്യമാണ് വിജിലൻസ് സംഘം ഇവിടെ നിന്ന് പിടിച്ചെടുത്തത്. മാത്രമല്ല 29 ലക്ഷം രൂപ നിക്ഷേപമുള്ളതായും, ഈ അലക്സ് മാത്യുവിന് നിക്ഷേപമുള്ളതായും, വിവിധ ബാങ്കുകളിൽ നിക്ഷേപമുള്ളതായും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറെ നാളായി തുടരുന്ന കൈക്കൂലി, ഇയാൾ കുറെ കാലമായി ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് വിജിലൻസ് സംഘം ഉള്ളത്. ആ നിലയിൽ തിരുവനന്തപുരത്താണ് കേസിന്റെ തുടർ നടപടികളും മറ്റും മുന്നോട്ട് പോകുന്നത്. സമാന്തരമായി ഈ കൊച്ചിയിലെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു വിജിലൻസ് സംഘം. ഇത്തരത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായൊക്കെ വിജിലൻസ് സംഘത്തിന്റെ പരിശോധനയും നടപടികളും ഒക്കെ പുരോഗമിക്കുന്നതിനിടെയാണ് IOC ഇപ്പോൾ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അലക്സ് മാത്യുവിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ IOCയിൽ നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.